ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ്. ഈ ചാപ്റ്ററിലെ എക്സസൈസ് 5.3ലെ 18th ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നത്. എ സ്പൈറൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സക്സസീവ് സെമി സർക്കിൾസ് വിത്ത് സെൻറ്റേഴ്സ് ഓൾട്ടർനേറ്റീവ്ലി അറ്റ് എ ആൻഡ് ബി സ്റ്റാർട്ടിംഗ് വിത്ത് സെൻറ്റർ അറ്റ് എ ഓഫ് റേഡിയൈ 0.5 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 1.5 സെൻറ്റിമീറ്റർ, 2 centimeter, etc. as shown in figure 5.4. What is the total length of such a spiral made up of 13 consecutive semicircles? ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. ഹിന്റ് തന്നിരിക്കുന്നത് ലെന്ത് ഓഫ് സക്സസീവ് സെമി സർക്കിൾസ് L1, L2, L3, L4 അങ്ങനെ എടുക്കുക. വിത്ത് സെൻറ്റേഴ്സ് എ ബി എ ബി, അങ്ങനെ എയും ബിയും സെൻറ്ററായി അതിനെ മാറ്റി മാറ്റി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെന്ത് കാണും. ഈ സെമി സർക്കിളിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിച്ചാൽ അത് ഉപയോഗിച്ച് നമുക്കൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ടാക്കാം. ആ പ്രോഗ്രഷൻ്റെ സമ്മ് കണ്ടുപിടിച്ചാൽ 13 ടൈമിൻ്റെ സമ്മ് കണ്ടുപിടിച്ചാൽ നമുക്ക് ടോട്ടൽ ലെന്ത് കിട്ടും. ചെയ്ത് നോക്കാം. റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് സെമി സർക്കിൾ ഈക്വൽ ടു 0.5 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ദെൻ സർക്കംഫറൻസ് ഓഫ് ദ ഫസ്റ്റ് സെമി സർക്കിൾ ഈസ് L1 എന്നെടുക്കാം. ഹിന്റ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ ടു സർക്കിളിൻ്റെ സർക്കംഫറൻസ് 2πr. ഇവിടെ സെമി സർക്കിളാണ്, അതായത് 1/2 ഇൻറ്റു 2πr ഈക്വൽ ടു പൈ ഇൻറ്റു 0.5 സെൻറ്റിമീറ്റർ ആണ്. ഈക്വൽ ടു 0.5 പൈ. റേഡിയസ് ഓഫ് ദ സെക്കൻഡ് സെമി സർക്കിൾ ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ ആണ്. ദെൻ ദ സർക്കംഫറൻസ് ഓഫ് സെക്കൻഡ് സെമി സർക്കിൾ, രണ്ടാമത്തെ സെമി സർക്കിളിൻ്റെ റേഡിയസ് 1 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ അതിൻ്റെ സർക്കംഫറൻസ് ഇത് L2 എന്ന് എടുക്കാം. L2 ഈക്വൽ ടു 1/2 ഇൻറ്റു 2πr തന്നെ ഈക്വൽ ടു പൈ ഇൻറ്റു ഇവിടെ റേഡിയസ് 1 സെൻറ്റിമീറ്റർ ആണ്, 1 ഈക്വൽ ടു 1 പൈ. റേഡിയസ് ഓഫ് ദ തേർഡ് സെമി സർക്കിൾ ഈക്വൽ ടു 1.5 സെൻറ്റിമീറ്റർ ആണ്. Then the circumference of the third semicircle is L3 equal to 1/2 into 2πr equal to pi into ഇവിടുത്തെ റേഡിയസ് 1.5 സെൻറ്റിമീറ്റർ ആണ്, ഈക്വൽ ടു 1.5 പൈ. അപ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈക്വൽ ടു 0.5 പൈ, 1 പൈ, 1.5 പൈ, എക്സെട്ര. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈം എ ഈസ് ഈക്വൽ ടു 0.5 പൈ എന്ന് കിട്ടി. അതുപോലെ ഡി ഈക്വൽ ടു 1 പൈ മൈനസ് 0.5 പൈ, അതായത് 0.5 പൈ എന്ന് കിട്ടി. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ ലെന്ത്. അവിടെ 13 കോൺസിക്യൂട്ടീവ് സെമി സർക്കിൾ. അപ്പം ഇതിൻ്റെ ടോട്ടൽ ലെന്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ എന്തെന്ന് പറയുമ്പോൾ സമ്മ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എത്ര എണ്ണം N ഈസ് ഈക്വൽ ടു, നമുക്ക് 13 സെമി സർക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. അപ്പോൾ N ഈസ് ഈക്വൽ ടു 13 എന്ന് കിട്ടി. അപ്പം ഫസ്റ്റ് ടൈം അറിയാം, ഡി അറിയാം, അതുപോലെ nth ടൈം അറിയില്ല, N എത്രയാണെന്ന് നമുക്കറിയാം. ഇതിൽ നമ്മൾ സമ്മ് കണ്ടുപിടിച്ചാൽ ഈ സെമി സർക്കിളിൻ്റെ ടോട്ടൽ ലെന്ത്, അപ്പോൾ ഇവിടെ SN ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d ഈക്വൽ ടു നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n നമുക്കറിയാം 13 ആണ്. അപ്പോൾ 13/2 ഇൻറ്റു 2a 2 ഇൻറ്റു 0.5 പൈ ഉൾപ്പെടെയാണ് ഇവിടെ, പ്ലസ് n-1 ഇൻറ്റു d. n-1 എന്ന് പറയുന്നത് ഇവിടെ n 13 ആണ്. അപ്പോൾ 13 - 1 12 ഇൻറ്റു d ഇവിടെ 0.5 പൈ ആണ്, ഈക്വൽ ടു 13/2 ഇൻറ്റു 2 ഇൻറ്റു 0.5 പൈ, അതായത് 1 പൈ, 12 ഇൻറ്റു 0.5 അതായത് 6 പൈ, ഈക്വൽ ടു 13/2 ഇൻറ്റു 7 പൈ എന്ന് നമുക്ക് കിട്ടി. ഈക്വൽ ടു 13/2 ഇൻറ്റു 7 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 എടുക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 22/7 ഈക്വൽ ടു, ഇനി നോക്കി ഇവിടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആണുള്ളത്.
ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ക്വസ്റ്റ്യൻ കുറച്ച് വിഷമമായിട്ട് തോന്നുന്ന പോലെ വലിയ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ വളരെ സിമ്പിളായിരിക്കും. ഇതിനകത്തിപ്പോൾ ആകെ സെമി സർക്കിളിൻ്റെ സർക്കംഫറൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. 2πr എന്നുള്ള ഇക്വേഷൻ അറിയണം, അതൊരു കാര്യം. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ നമ്മൾ ഓരോന്ന് L1, L2, L3 കണ്ടുപിടിച്ചു. അത് മാത്രമാണ് ഈ ചാപ്റ്ററിന് പുറമേ വരുന്നൊരു കാര്യം. അങ്ങനെ 3 ടേം കണ്ടുപിടിച്ചാൽ നമുക്കവിടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയി. ഇനി അവിടെ സമ്മ് കണ്ടുപിടിക്കണം നമുക്കറിയാം, അതുപോലെ n തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഫൈനൽ ആൻസറിലേക്ക് വരാൻ വളരെ സിമ്പിളായിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലരെങ്കിലും പേടിച്ചു, കാരണം നീണ്ട ക്വസ്റ്റ്യനാണ്. ഫയലിൽ നിന്ന് ഓരോന്നും കൃത്യമായിട്ട് പെറുക്കി എടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ തന്നെ വളരെ സിമ്പിളായിരിക്കും. ഇവിടെ നമുക്ക് 7ഉം ഈ 7ഉം കട്ട് ചെയ്ത് കളയാം. പിന്നെയുള്ളത് ഈ 2ഉം ഈ 22നെയും കട്ട് ചെയ്യാം. ഇവിടെ 11 കിട്ടി. അപ്പോൾ നമുക്ക് 13 × 11 ഇത് മാത്രമേ നമ്മുടെ കാൽക്കുലേഷനിൽ വരുന്നുള്ളൂ. ഈക്വൽ ടു 143 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇവിടുത്തെ ടോട്ടൽ ലെന്ത് 143 സെൻറ്റിമീറ്റർ ആണ്.